അപ്പോൾ അതാ ഇന്നത്തെ എൻ്റെ ശനിയാഴ്ച തുടങ്ങി. അപ്പോൾ ഇന്നിപ്പം മീനാട്ടിന് മോർണിംഗ് ഷിഫ്റ്റ് ആട്ടോ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ റുട്ടീന് ഷിഫ്റ്റിനനുസരിച്ചാണ് എൻ്റെ റുട്ടീൻ മാറുക. അപ്പോൾ മോർണിംഗ് ഷിഫ്റ്റ് ആകുമ്പോൾ ഞാൻ രാവിലെ എണീക്കണം. ഒരു 4-5 മണിക്ക് എണീച്ചാലേ ബ്രേക്ക്ഫാസ്റ്റ് വല്ലതും ഉണ്ടാക്കാൻ പറ്റൂ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിപ്പിച്ചിട്ട് ഞാൻ ടാറ്റ ബൈ ബൈ പറഞ്ഞയച്ചിട്ടാണ് ഞാൻ അടുത്ത എൻ്റെ പരിപാടി, അതായത് യോഗ ചെയ്യൽ എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. ഞാൻ എൻ്റെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് എനിക്ക് പ്രധാനപ്പെട്ടത് എൻ്റെ പകുതിക്ക് വെച്ച് നിർത്തിപ്പോയ എൻ്റെ ഉറക്കമാണ്. അപ്പോൾ ആ ഉറക്കം തീർക്കാണ്ട് ഇന്നത്തെ ഒരു ദിവസത്തിന് ഞാൻ ഇറങ്ങൂല. കാരണം എൻ്റെ ദിവസം അങ്ങോട്ട് പോയി കിട്ടും ഞാൻ ആ ഉറക്കം ഉറങ്ങിയില്ലെങ്കിൽ. അപ്പോൾ ആ ഒരു ഉറക്കമൊക്കെ ഉറങ്ങി പിന്നെ അങ്ങോട്ട് രണ്ടാമതും ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു വരുത്താണ് എൻ്റെ ഇന്നത്തെ ദിവസത്തിനുള്ള ശരിക്കത്തെ തുടക്കം. അപ്പോൾ ഇപ്പം ഞാൻ എണീച്ച് ഞാൻ ഇനിയിപ്പോൾ ഉച്ചക്കത്തെ എന്ത് തിങ്ക് ചെയ്യുകയാണ്, എന്താ ചെയ്യേണ്ടത് തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം. അപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ എനിക്കുള്ള സ്റ്റോക്കിനനുസരിച്ച് സൺഡേ ആകുമ്പോഴത്തേക്കും എൻ്റെ കയ്യിലെ സ്റ്റോക്കുകളൊക്കെ തീരാനാവും. ചിക്കനും മീനും ഫിഷും ബീഫും എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് ഏകദേശം സാറ്റർഡേയ്സ് ഞാൻ മാറ്റി വെക്കും. ഈ ഫിഷും മീനും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് സാറ്റർഡേയ്സിലേക്ക് ഞാൻ മാറ്റി വെക്കും. കാരണം ഞാൻ എന്തായാലും ചോറ് വെക്കുന്ന ദിവസമാണ്. അപ്പോൾ ഇന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സാധാരണ എപ്പോഴും ഞാൻ ഒരേപോലെ ചോറും ഇല്ലെങ്കിൽ നെയ്ച്ചോറ്, ഇല്ല ബീഫ്, ഇല്ലെങ്കിൽ ബിരിയാണി, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഐഡിയാസാണ് വരാറ്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈയിടെയായിട്ട് ചട്ടിച്ചോറിൻ്റെ വീഡിയോ ഞാൻ ഇങ്ങനെ കണ്ട്. അതിന് ശേഷം ഇവരെങ്ങനെ അറിയുന്നതെന്നാണ് ഇവിടെ ഇതിൻ്റെ സജഷൻ തന്നെ, തലങ്ങും വിലങ്ങും ചട്ടിച്ചോറ്. അപ്പോൾ ഞാൻ വിചാരിച്ച് എന്തുകൊണ്ട് ഒരു ചട്ടിച്ചോറ് ട്രൈ ചെയ്തുകൂടാ. കാരണം എപ്പോഴും ഒരേപോലെയല്ലേ. അപ്പോൾ വല്ലപ്പോഴൊക്കെ മാറ്റി പിടിക്കുന്നതിൽ തരക്കേടൊന്നുമില്ല. ഞാൻ കുക്കിംഗ് എക്സ്പേർട്ടല്ല, പക്ഷേ അങ്ങനെയൊക്കെ ഒരു എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടാക്കണം എന്നുള്ള ഒരാഗ്രഹമുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച് ചട്ടിച്ചോറാക്കാന്ന്. അപ്പം പക്ഷേ എനിക്കുള്ള ചാലഞ്ച്, ഈ മാസ്റ്റർ ഷെഫിലൊക്കെ പറയില്ലേ നിങ്ങൾക്കുള്ള ചാലഞ്ച്, ഈ തന്ന പച്ചക്കറികൾ കൊണ്ട് നിങ്ങൾ ഇത്രയും സാധനം ഉണ്ടാക്കണം, അങ്ങനെ പറയില്ല. അതാണ് ഇപ്പോൾ ഇന്നത്തെ എൻ്റെ ചാലഞ്ച്. കാരണം എന്താ വെച്ചാൽ എനിക്ക് കയ്യിലുള്ള ആകെ 4 പച്ചക്കറി. ഒരു ക്യാരറ്റ് ഉണ്ട്, ഒരു പയറുണ്ട്, പിന്നെ എന്താ പറയുക ഇച്ചിരി വെണ്ട ഉണ്ട്, ഒരു ഇച്ചിരി വഴുതനുണ്ട്. അത് വഴുതനാന്ന് പറയാൻ പറ്റില്ല, വഴുതനേൻ്റെ കുഞ്ഞിൻ്റെ കുഞ്ഞ്, അങ്ങനത്തെ ഒരു കുട്ടി വഴുതനയാണ് ഇവിടുന്ന് എനിക്ക് കിട്ടിയത്. ഇതൊക്കെ വെച്ചിട്ടാണ് ഞാൻ എന്താ പറയുക ഇന്നത്തെ സദ്യവട്ടമല്ല ചട്ടിച്ചോറിൻ്റെ വട്ടം കൂട്ടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അതിനുള്ള ഫസ്റ്റ് തയ്യാറെടുപ്പായിട്ട് സാമഗ്രികളൊക്കെ അരിഞ്ഞുണ്ടാക്കുകയാണ് ഞാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത്. കാരണം എങ്ങനെ ഈ ഒരു ഇച്ചിരി പച്ചക്കറികൾ കൊണ്ട് ഒരു ചട്ടിച്ചോറ് ഞാൻ ഉണ്ടാക്കുന്നതെന്നാണ് ഇന്നത്തെ എൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മറക്കാണ്ട് ഫോർവേഡായി കാണണേ. അപ്പോൾ ഈ കുക്കിങ്ങിൽ ഇവിടെ നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ കോണ്ടോയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ കുഞ്ഞ് കോണ്ടോയാണ്. അപ്പോൾ ഇവിടെ കിച്ചണൊക്കെ നിങ്ങൾ എൻ്റെ ഫസ്റ്റ് മറ്റേ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു കുഞ്ഞ് കിച്ചണിൽ ഇപ്പോൾ എന്തെങ്കിലും ഞാൻ ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പം തന്നെ അതെടുത്ത് മാറ്റി വേറെ ടേബിളിലേക്ക് കൊണ്ടുവച്ചിട്ട് എനിക്ക് അടുത്ത് തുടങ്ങണം. കാരണം അത്രയും സ്പേസേ ഉള്ളൂ. അപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഓണർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഫ്ലെയിം ഉള്ളൊന്നും കത്തിക്കരുത്. പക്ഷേ ഇൻഡക്ഷൻ കത്തിക്കുക എന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. ഇവിടെ കറണ്ട് ബില്ല് നല്ല, ഹീറ്റർ ഒരു രാവിലെ നേരെ ഹീറ്ററിൽ കുളിക്കുന്നതിന് തന്നെ നല്ല ചാർജ് എടുക്കല. അപ്പോൾ ഇൻഡക്ഷനിൽ ഇതുപോലത്തെ കുക്കിംഗ് ഒരിക്കലും നടക്കില്ല. അപ്പോൾ ഞങ്ങൾ യൂസ് ചെയ്യുന്ന പോർട്ടബിൾ ഗ്യാസ് സ്റ്റവ് ആണ്. അപ്പം അതാകുമ്പോൾ കുഴപ്പമില്ല, കുറേ കുറ്റികൾ വാങ്ങിയിട്ട് വെച്ചാൽ മതി. അപ്പോൾ ഇതാണ് ഞങ്ങളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഒന്ന് ഉണ്ടാക്കി കഴിഞ്ഞ് പിന്നെ അടുത്തതാക്കുക എന്ന് പറയുമ്പോൾ ഒരു നേരം പുലരും എന്നൊക്കെ പറയില്ലേ, അതുപോലെ എടുക്കും. അപ്പോൾ ഇതിനനുസരിച്ചിട്ടാണ് നമ്മളെ കുക്കിംഗ് നടക്കുക. പിന്നെ എന്ന് പറഞ്ഞാൽ എനിക്ക് തിരക്കില്ല, കാരണം വിനാട്ടം മെല്ലെ വരുള്ളൂ. അപ്പോൾ അതൊക്കെ കണക്കാക്കി മെല്ലെ ആക്കും പോലെ എനിക്ക് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഇപ്പോൾ ഫസ്റ്റ് ഞാൻ എൻ്റെ തുടക്കം എന്ന് പറഞ്ഞാൽ സാമ്പാറെന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എവിടെ വേറിസ്റ്റ പരിപ്പ് എന്ന് ചോദിക്കും. പക്ഷേ പരിപ്പില്ലാത്തൊരു സാമ്പാറാണിത്. കാരണം അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഭർത്താവ് പരിപ്പില്ലാത്തൊരു സാമ്പാറാണ്. അപ്പോൾ നിങ്ങൾ പറയാം എന്ത് പൊട്ട സാമ്പാർ, അത് നിങ്ങൾ പറയും. പക്ഷേ ഔട്ട്കം അടിപൊളിയാണ്. നമുക്ക് പരിപ്പില്ലാണ്ടും ഒരു സാമ്പാർ ഉണ്ടാക്കാം എന്ന് ഞാൻ ഇതിലൂടെ നിങ്ങൾക്ക് തെളിയിച്ചു തരും. ഓക്കെ, അപ്പോൾ നോക്കാം, നമുക്ക് ഔട്ട്പുട്ട് നോക്കാം.
അപ്പം ഇപ്പം നമ്മളെ സാമ്പാറിലുള്ള ചേരുവകളൊക്കെ ഇട്ട് ഇതൊക്കെ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ നാട്ടിൽ നിന്ന് ആദ്യം ഞാൻ ഇങ്ങോട്ടേക്ക് കാല് കുത്തുമ്പോൾ ആദ്യം ഞാൻ മസാലകളാണ് പാക്ക് ചെയ്തത്, പിന്നീട് ഡ്രസ്സ് വെച്ചത്. കാരണം ആവശ്യമുള്ള മെയിൻ സാധനങ്ങൾ ഇതല്ലേ. അപ്പം മസാലാസ് കാര്യങ്ങളെല്ലാം എനിക്ക് സ്റ്റോക്ക് ഉണ്ട്. അപ്പം ഇപ്പം സാമ്പാറിൽ നിന്നാണ് നമ്മളെ ഈ ഒരു ദിവസം നല്ല ബേഷായിട്ട് തുടങ്ങുന്നത്. അപ്പോൾ വറുത്തരച്ച അരപ്പും പിന്നെ വഴറ്റിയിടലും ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ എൻ്റെ സാമ്പാർ റെഡിയായി. ഇനിയിപ്പം അടുത്തത് ഈ പയർ തന്നെ വേറെ രൂപത്തിൽ വേറെ ഭാവത്തിലും വരുന്നതാണ്. അപ്പോൾ അടുത്തതായിട്ട് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്, ഇപ്പോൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവുമല്ലോ അല്ലേ, നമ്മൾ അവിയൽ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് ഇപ്പോൾ അവിയലും ക്യാരറ്റും ഇട്ടിട്ട് ഇനിയിപ്പോൾ ഒരു അരപ്പൊക്കെ ഉണ്ടാക്കി ആണ് അവിയലും ഉണ്ടാക്കും. അപ്പോൾ അരപ്പ് കഴിഞ്ഞ് ഇനിയിപ്പം തൈര് ബീറ്റ് ചെയ്തിട്ട് ഒഴിക്കാനേ ഉള്ളൂ. പക്ഷേ ഞാൻ യോഗേർട്ടാണ് എടുക്കുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത് പെട്ടെന്നായതുകൊണ്ട് ഞാൻ തൈര് ഉണ്ടാക്കാൻ വിട്ടുപോയി. സാധാരണ ഞാൻ തൈര് ഉണ്ടാക്കി വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കാറ്. പക്ഷേ ഇതിന് യോഗേർട്ടിന് ഇത് പുളിപ്പുള്ള യോഗേർട്ട് ആയതുകൊണ്ട് കുഴപ്പമില്ല, എന്നാലും തൈരിൻ്റെ അത്ര ആ പുളിപ്പ് കിട്ടില്ല. ഇപ്പം തൽക്കാലത്തേക്ക് പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു ഐഡിയ, ഇത് പെട്ടെന്നുള്ള ഒരു പൂതി ആയതുകൊണ്ട് ഈ യോഗേർട്ട് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ അവിയലുമായി. ഇനിയിപ്പോൾ ഈ പയർ വേറെ രൂപത്തിൽ വേറെ ഭാവത്തിലും ഇട്ട് ഉപ്പേരിയായിട്ട് വരാൻ പോവുകയാണ്. അപ്പോൾ ഇതോടുകൂടെ ഈ പച്ചക്കറികൾ ഉണ്ടാക്കുന്ന ഞാൻ നിർത്തിയിട്ടോ. ഈ ഒരു 3 സാമ്പാറും ഇതും വെച്ചിട്ട് പച്ചക്കറികൾ ഞാൻ ഇതോടുകൂടെ നിർത്തി. കാരണം പച്ചക്കറികളും ഇല്ല, എൻ്റെ കയ്യിലുള്ള എല്ലാം കഴിയുകയും ചെയ്തു.
അപ്പോൾ എന്താ പപ്പടമായി. ഇനിയിപ്പോൾ ചിക്കൻ പൊരിക്കും വേണം. അപ്പോൾ ഞാൻ മാരിനേഷനൊക്കെ ആദ്യം ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിപ്പോൾ ഏകദേശം കുറേ മണിക്കൂറുകൾ കഴിഞ്ഞ് ഞാനിപ്പോൾ എല്ലാം ഉണ്ടാക്കി വന്നപ്പോൾ അപ്പോഴത്തേക്കും മസാലയൊക്കെ പിടിച്ചൊരു പരുവായിട്ടുണ്ട്. അപ്പോൾ ഈ ചിക്കനും കൂടെ പൊരിക്കും. മീനില്ലാത്ത വളരെ മോശമായിപ്പോയി, കാരണം മീനാണ് മെയിനായിട്ട് വേണ്ടിയിരുന്നത്. പക്ഷെ എന്ത് ചെയ്യാനാ, മീൻ അപ്പം ഇല്ല. ആകെ ഉണ്ടായിരുന്നത് ഈ ചിക്കനും മാത്രമാണ് എൻ്റെ കയ്യിൽ അപ്പം ഉണ്ടായിരുന്നത്. അപ്പോൾ സാരമില്ല, എന്തെങ്കിലും നല്ലൊരു ചട്ടിച്ചോറ് ഉണ്ടാക്കാം. അപ്പോൾ ഇപ്പം ഞാനിപ്പോൾ എന്താ ഫ്രഷ് ജ്യൂസ് അടിച്ച് വെക്കുകയാണെങ്കിൽ, അപ്പോൾ ഇപ്പോൾ ഏകദേശം കുറച്ച് കഴിഞ്ഞാൽ വിനുവേട്ടൻ എത്തും. കാരണം ഊട്ടി ഇല്ലാത്തതുകൊണ്ട് വേഗം ഇന്ന് എത്തലുണ്ടാവും. അപ്പോൾ ജ്യൂസ് അടിച്ച് ഫ്രിഡ്ജിൽ വെക്കും. അപ്പോൾ ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും പണിക്ക് പോയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് വന്നുടനെ മൂപ്പർ കുടിക്കാമല്ലോ, വെയിറ്റ് ചെയ്യണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ജ്യൂസ് അടിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കും. അപ്പോൾ ഇന്ന് വത്തക്ക കേട്ടോ. ഇതെൻ്റെ പെട്ടെന്നുള്ളൊരു എൻ്റെ ഒരു കാൽക്കുലേഷനും ഇല്ലാണ്ടുള്ളൊരു ചട്ടിച്ചോറാണ്. അപ്പം വിഭവമൊക്കെ എടുത്ത് നിരത്തി വെച്ചപ്പോൾ കുറേ സംഭവം ഉള്ളതുപോലെ എനിക്കിപ്പോൾ ഫീലായി. അപ്പോൾ ഇന്നലത്തെ മീൻകറീൻ്റെ ചാറും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ചമ്മന്തി വരച്ച്, അത് മെയിനാണല്ലോ. പിന്നെ പുളിയിഞ്ചി ഉണ്ട്, അത് ഇന്നലെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതൊക്കെ ഉള്ളതുകൊണ്ട് ഒരു 2 എക്സ്ട്രാ വിഭവം അങ്ങനെയും കിട്ടി. അങ്ങനെ ഞാനിപ്പം മൂപ്പര് വന്ന് റിയാക്ഷനൊക്കെ നല്ലോണം വിട്ടിട്ടാണ് ഇവിടുന്ന് പോയത്. ആ വടിപൊളി എന്നൊക്കെ പറഞ്ഞിട്ട് പോയി. ഇപ്പോൾ കുളിക്കാൻ കയറിയതാ. അപ്പം ഞാനൊന്ന് ചട്ടി ചൂടാക്കി വെച്ചിട്ട് ഇനിയിപ്പം വന്നോടനെ വിനാട്ടൻ ഫുഡ് കഴിക്കുന്ന പറഞ്ഞേ. അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ വിളമ്പി വെക്കൽ തുടങ്ങി. ഒരു ചട്ടി ചോറിൻ്റെ രൂപത്തിലേക്ക് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പം ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് ഞാൻ എല്ലാം റെഡിയാക്കിയപ്പോൾ എനിക്ക് തന്നെ എന്തോ ഒരു അഭിമാന നിമിഷം. ഇതെൻ്റെ ഒരു അഭിമാന നിമിഷമാണിത്.